വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് ഓയിലോ എണ്ണയോ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെ വെറും ഒരു സ്പൂണ് നെയ്യ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആ കാര്യം ആരും മറക്കരുത്. ഞാനിതാ നെയ്ച്ചോറിൻ്റെ അരി അളന്നെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു കപ്പും ഇതിനായിട്ട് അളക്കാനായിട്ട് ഉപയോഗിക്കാം. ആ കപ്പിൽ തന്നെ വെള്ളം അളക്കണം എന്നുള്ള മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ജീരകശാല, അതായത് നമ്മൾ കൈമ റൈസ് എന്ന് പറയില്ലേ, ആ ഒരു അരിയാണ്. നെയ്ച്ചോറ് വെക്കുമ്പം ഈ കൈമ റൈസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണവും രുചിയും ഒക്കെയാണ്. ഇതുപോലെ ചെറിയ നേരിയ അരിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ 2 കപ്പ് കൈമ റൈസാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 4 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. അരി നന്നായിട്ട് കഴുകിയെടുക്കുക. വെള്ളം ക്ലിയറായി വരുന്നവരെ 3-4 തവണയായിട്ട് കഴുകിയെടുക്കുക. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സ്റ്റീലിൻ്റെ കുക്കറിലാണ്. അടി കട്ടിയുള്ള ഏതൊരു കുക്കറും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ നെയ്യിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് മെൽറ്റായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി, അതായത് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് ബ്രൗൺ കളറായി വീർത്ത് വരുന്ന സമയം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള ആ 1 ടേബിൾ സ്പൂണ് നെയ്യ് തന്നെയാണ് മുഴുവൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ചെറിയൊരു പീസ് സവാള അരിഞ്ഞതിട്ടിട്ട് അതും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കാം. ഒരു 1/4 പീസ് സവാളയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ഒരു മുഴുവൻ സവാളയുടെ പകുതിയുടെ പകുതി 1/4 പീസാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തിട്ട് അതും മാറ്റി വയ്ക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 3 ഏലക്കായും 3 ഗ്രാമ്പു, ഒരു പീസ് പട്ട, ഇത്രയും എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കഷ്ണം ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പാണ് അരി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. ആദ്യം നിങ്ങൾ അരി ഇട്ടതിന് ശേഷം ഇതൊന്ന് അരി ചൂടാവുന്നത് വരെ ഇളക്കിയെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ 2 കപ്പ് അരി ഇട്ടതിനെ കൊണ്ട് ഞാൻ 3 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ അരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നെയ്ച്ചോറ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര വെള്ളം വെക്കണ്ട, 1.25 കപ്പൊക്കെ വെള്ളം വെച്ചാൽ മതിയാവും. നമ്മളിപ്പം കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. ഒരു 3-4 ആൾക്കാർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നിൽക്കണം, ആ ഒരു പാകത്തിൽ വേണം ഇടാനായിട്ട്. ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ നീരൊഴിച്ചാൽ അരിയൊക്കെ വേറെ വേറെ ആയി കിടക്കും. ഇപ്പോൾ ഇതാ അരി നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വെക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഒരു വിസിൽ വരുന്നത് വരെ. ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ തന്നെ കുക്കർ വയ്ക്കുക. ഒരു 5 മിനിറ്റ് കുക്കർ അങ്ങനെ തന്നെ വെക്കണം. അതായത് നിങ്ങൾ അടച്ച് വെച്ചതിന് ശേഷം വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അകത്തുള്ള പ്രഷർ മുഴുവൻ ഇതുപോലെ പുറത്തേക്ക് കളയുക. എന്നിട്ട് കുക്കർ തുറക്കുക. കുക്കർ തുറന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ അരി കട്ട പിടിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഇതൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ റൈസ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് സെർവ് ചെയ്യേണ്ടത് ആ സമയത്ത് തുറന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ചൂടും ഉണ്ടാവും, അരിയൊക്കെ നല്ല മോയ്സ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒരുപാട് നെയ്യൊന്നും ഇല്ലാതെ തന്നെ നല്ല നെയ്ച്ചോറിൻ്റെ മണവും രുചിയും ഒക്കെ ഇതിനുണ്ടാവും ചെയ്യും. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് പറയുന്നത്. സ്റ്റീലിൻ്റെ കുക്കറിൽ നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്ന് കൂടുതലാണ്.
ഇതിപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആണ് ഉണ്ടാവുക. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ കഴിക്കാൻ ഈസി ആയിട്ട് തികയും. നമുക്കതായത് കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ഈസി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തിയും ആണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.